അസ്സലാമലൈക്കും. ഞാൻ പറയാൻ പോണ കാര്യം നല്ല ശ്രദ്ധിച്ചോളിട്ടോ. അധികം ആൾക്കാരോ ചെയ്യലോണ്ട് പറയാണ്. നമ്മൾ പള്ളിയിലൊക്കെ മയ്യത്ത് കൊണ്ടുവന്ന് നിസ്കരിച്ച് കഴിഞ്ഞാൽ നേരെ പള്ളിപ്പറമ്പിലേക്ക് കണ്ട് കൊണ്ടുവന്നാൽ നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ പാട് കുറച്ച് ആൾക്കാരൊരു പാച്ചിലുണ്ട്. ഓൾക്ക് ഭയങ്കര തിരക്കാ. എന്തിനാണ് ആ തിരക്ക് എന്നുള്ളത് ആർക്കും അറിയില്ല. ഒരു 10-15 മിനിറ്റ് നേരെ നമ്മൾ ഖബർസ്ഥാനിലേക്ക് മയ്യത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മയ്യത്ത് മറ ചെയ്ത് മൂടുകല്ല് വെച്ച് മണ്ണിട്ട് മൂടി 3 പിടി മണ്ണ് വാരിട്ടിട്ട് 15 മിനിറ്റ് എടുക്കുള്ളൂ. അതിനപ്പുറം നമ്മൾ എടുക്കലില്ല. ഏറി കഴിഞ്ഞാൽ 20 മിനിറ്റ്. ഈ 20 മിനിറ്റൊക്കെ കാത്തിക്കാൻ കഴിയാത്ത മനുഷ്യന്മാർ നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പള്ളിയിലൊക്കെ നമ്മൾ ഈ ചായ അതായത് എന്തെങ്കിലും ലഘു കടികളൊക്കെ കൊണ്ടുവരും. അത് എന്നുള്ള കാരണം കൊണ്ടുവരാനുള്ള കാരണം വെച്ചാൽ ചിലപ്പോൾ ഈ സുബൈക്കൊക്കെ അവിടുന്ന് ഇവിടുന്ന് ആൾക്കാർ വരുന്നുണ്ടാവും ഒരു തുള്ളി വെള്ളം കുടിക്കാതെ. അപ്പോൾ ഓർക്ക് വെക്കുന്ന ചായയാണ് ഉണ്ടാവുക. അപ്പോൾ ആ ചായ അത് വെച്ചാൽ ഈ കബറുംപുറത്തേക്ക് വരുന്ന ആൾക്കാർക്ക്, അതായത് രാവിലെ അച്ചയ്ക്ക് എണീച്ച് പോരുന്നതുകൊണ്ട് ഓൾക്കൊരു ആശ്വാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള ചായയാണ് കൊടുക്കുക. ഇനി ചായ ഇല്ലെങ്കിലും പോട്ടെ, ചായ ഇനി പോട്ടെ ആയിരിക്കും. ചായ ഇല്ലാത്ത സ്ഥലമാണെങ്കിലും ഉണ്ടെങ്കിലും മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാൽ പാട് എന്താ പോലെ പോക്കാറ്. അല്ലെങ്കിലാണ് ആ പള്ളിൻ്റെ ആ ചുറ്റും ഇങ്ങനെ നിൽക്കും. അവിടെ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ ബണ്ടലും വിട്ട് ഇങ്ങനെ നിൽക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നാളെ നിങ്ങൾ ഇങ്ങോട്ട് വരില്ല എന്നുള്ളത്? നിങ്ങളെ തോന്നലാ. അതായത് നിങ്ങളിന്ന് ആലോചിക്കണം. നിങ്ങൾ ഇന്നിപ്പോൾ ഈ മരിച്ച മയ്യത്തുണ്ടല്ലോ, നിങ്ങൾ ഒരു 6:45 വരെ 6:15 വരെ നല്ലപോലെ ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു മനുഷ്യനാണ്. മൂപ്പര് പെട്ടെന്ന് ഒരു ഇതിമൂന്ന് ടെറസിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് മൂപ്പര് മരണപ്പെട്ടു. ഇപ്പോൾ ജീവിതത്തിൽ നമ്മളാരും പ്രതീക്ഷിക്കാത്ത മരണം, ഒരു അസുഖം പോലും ഇല്ല. നമ്മളെ മരണം എപ്പോഴാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളി. ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അധികം ഈ പരിപാടി എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഉണ്ടാവും. കുറച്ച് ആൾക്കാരുണ്ടാവും പള്ളിപ്പറമ്പിലേക്ക് വരാൻ, എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ. 100 അധികം ആൾക്കാരും വരലുണ്ട്. പക്ഷെ കുറച്ച് ആൾക്കാർ എന്താ പറയുക, ഓർക്ക് പള്ളിപ്പറമ്പിലേക്ക് ഇങ്ങോട്ട് കയറാൻ കഴിയൂല, നടക്കാൻ കഴിയൂല, മുട്ടുവേദന, കാലുവേദന. ഓലെ കയ്യിൽ നിന്നൊക്കെ ഒരു 100 ഉറുപ്പ്യ താഴ്ത്ത് വീണാലോ ഓലെ കുമ്പിട്ടെടുക്കല്ലോ, ഒരു മുട്ടുവേദന ഉണ്ടാവില്ല, ഒരു ഊരക്ക് വേദന ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളി. നിങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങൾ ഇങ്ങോട്ട് വരില്ല എന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണ്ട. നിങ്ങളൊരു സ്വന്തം ഒരു പെരെടുത്ത് കഴിഞ്ഞാൽ അഭിപ്രായം പറയാൻ റൂം വീതി പോരാ, അത് മോഡൽ പോരാ, പെയിന്റ് പോരാ എന്നൊക്കെ നിങ്ങൾ പറയല്ലോ. നിങ്ങളെ കൂടെ മരിച്ച സ്വന്തം സ്നേഹിതനാവും, അല്ലെ അയൽവാസിയാവും, കുടുംബക്കാരാവും, ബന്ധുക്കാരാവും ഇവിടെ ഈ കവറിൽ മറ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഓലെ കാണാൻ പോലും വരാതെ എന്ത് ചെയ്യാറ് നിങ്ങൾ? ദയവ് വിചാരിച്ച് ഞാൻ പറയട്ടെ, നമ്മൾ കാണുന്നോണ്ട് പറയാം. നേരെ എന്ത് ചെയ്യാം, ആ മയ്യത്തിൻ്റെ കൂടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു 3 പിടി മണ്ണ് വാരിട്ടിട്ട് ആ മയ്യത്തിന് മേലൊന്ന് പ്രാർത്ഥന നടത്തുക, പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട്. അത് പിന്നെ നമ്മളെന്ത് ചെയ്യുക, ആ പ്രാർത്ഥന നടത്തുക. നമുക്കതേ ചെയ്യാൻ കഴിയുള്ളൂ. ഒരു തസ്ബീത്തൊക്കെ ചെല്ലിട്ട് എന്ത് ചെയ്യുക, പിരിയുക. അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ആലോചിക്കണം, നാളെ നിങ്ങൾ ഇങ്ങോട്ട് വരില്ല എന്നുള്ള ഒരു തീരുമാനം അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അവനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ നാളെ നമുക്ക് മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ. അതൊന്ന് നല്ലോണം മനസ്സിലാക്കുക. അപ്പോൾ ഇതൊരു മെസ്സേജായിട്ട് കൂട്ടുക. നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ സംസാരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ള ആളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും.